4 വയസ്സുകാരി കല്യാണിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മ സന്ധ്യയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. സന്ധ്യയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നും പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണെന്നും മാതാവ്. കൊച്ചന്തി ഇവിടുന്ന് വന്നപ്പോൾ തുടങ്ങിയാണ് ചോദിച്ചു, കൊച്ചന്തി ഇരുട്ടത്തന്നെ കയറി വന്നതാ, 7 മണി കഴിഞ്ഞല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചന്തി എന്ന് ചോദിച്ചു. മിണ്ടൂല. ഇവിടെ കയറി വന്നപ്പോൾ അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛനെ ചോദിച്ചു, ഇവിടെ മിണ്ടൂല. മോളും ഉണ്ട്. ചോദിച്ചിട്ട് പറയണില്ല, ഒരു കൂസലും ഇല്ല. കൊച്ചൻ്റെ അച്ഛൻ ചോദിച്ചു പറയുന്നുണ്ട്, കൊച്ച് വണ്ടിയിൽ വെച്ച് കൊച്ചങ്ങടെ പോയെന്ന് കണ്ടില്ല, അങ്ങനെ പറഞ്ഞവള്. വരും, എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും പൈസ എന്തെങ്കിലും ഇവിടെ കൊടുക്കും. എപ്പോഴും ഇല്ല, മാസത്തിലൊക്കെ. ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ഭയങ്കര ഇതാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇല്ല, അത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കാര്യത്തിൽ ഡോക്ടറെ കാണിക്കുക ചെയ്തായിരുന്നു? ഞങ്ങൾ ഈ ഇതിന് കൊച്ച് ഇനി ഇവിടെ ഇങ്ങോട്ട് വിടുന്നത് പിള്ളേരെ ഇവിടെ അടുത്താക്കിക്കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. ദേഷ്യപ്പെടണമായിരുന്നോണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവള് ദേഷ്യപ്പെട്ട് ഭയങ്കര ഇതാണ് അമ്മോടൊക്കെ. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായില്ല, അത്രയും കുഴപ്പമില്ല. ഇത് ഭർത്താവ് ഇത്തിരി കുടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ തല്ലും പഴക്കും എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെ ഉള്ള ഇതാണ്. അവൻ സ്നേഹത്തിലല്ല. പുഴയിൽ മുങ്ങി മരിച്ച കല്യാണിയുടെ അമ്മ സന്ധ്യയുടെ പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഭർത്തൃമാതാവ് രാജമ്മ. മാനസിക പ്രശ്നങ്ങളില്ല എന്നാണ് ബന്ധുക്കൾ പറഞ്ഞതെന്നും കല്യാണിയുടെ മുത്തശ്ശി പറയുന്നു. ഞങ്ങളുടെ വീട്ടിലൊരു കുടുംബ പ്രശ്നവുമില്ല, അവരുണ്ടാക്കണ പ്രശ്നം മാത്രമല്ല. അവക്കടെ ചേടത്തി ഒറ്റ ഒരുത്തിയാണ് എൻ്റെ കുടുംബത്തിലേക്കും നാശം മുഴുവനും വരുത്തി വെച്ചത്. അവക്കടെ ചേടത്തി അവളെ ഫോണിൽ കൂടെ വിളിച്ചു കഴിഞ്ഞ് വെച്ചാൽ അന്നേരം ഇവളില്ലാത്തതും ഉള്ളതും എല്ലാം അങ്ങോട്ട് വിളിച്ച് പറയും. മാറ്റത്തിൽ അങ്ങനെ കുഴപ്പങ്ങളായിട്ടൊന്നും തോന്നണില്ല. പുള്ളിക്കാരത്തേക്ക് അവരുടെ ആൾക്കാർ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ അന്യന്മാരെ പോലെയാണ്. ഡോക്ടറെ കാണണ്ടോ മരുന്ന് കഴിക്കണ്ടോ എന്ന് അവളുടെ വീട്ടുകാരോട് ഞങ്ങൾ ഒരു 1000 വട്ടം ചോദിച്ചിട്ടുണ്ട്. അവരില്ല എന്ന് തന്നെ പറഞ്ഞേക്കണേ. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. വിവരങ്ങളുമായി സൂരജ് സജി തത്സമയം ചേരുന്നു. സൂരജ്, പറയൂ. ഈ കല്യാണിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മ സന്ധ്യക്കെതിരെ ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു ചെങ്ങമനാട് പോലീസ് എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന വിവരം. BNS പ്രകാരം 103(1) പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അത് കൊലക്കുറ്റമടക്കമുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഈ കുടുംബാംഗങ്ങൾ, അതായത് സന്ധ്യയുടെ ഭർത്താവ് അടക്കം ഇന്നലെ തന്നെ പുത്തൻകുരിശ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ഈ കുട്ടികളെ നേരത്തെയും കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. അത് കല്യാണിയെ മാത്രമല്ല, സഹോദരിയെയും കൊലപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം അത് സന്ധ്യയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതായിരുന്നു ഇന്നലെ കുടുംബം തന്നെ പോലീസിന് നൽകിയ മൊഴി. അത് ഇന്നവർ നമ്മളോട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഐസ്ക്രീമിൽ ആദ്യഘട്ടത്തിൽ സന്ധ്യ വിഷം കലർത്തി കുട്ടികളെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ഇരുവരും ഇത് കഴിക്കാതിരുന്നതോടുകൂടി ഈ ടോർച്ച് തലക്കടിച്ച് കല്യാണിയെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തി. അങ്ങനെ 2 തവണ ഈ കൊലപാതക ശ്രമം അടക്കമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത് മുൻകൂട്ടി തയ്യാറാക്കി, അല്ലെങ്കിൽ ഈ സന്ധ്യ നേരത്തെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ ഈ അത്തരത്തിൽ, അതായത് കൊലക്കുറ്റം ചുമത്തുന്ന വകുപ്പുകളിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടെയാണ് കല്യാണിയുടെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം നടക്കേണ്ടത് ഇവിടെയാണ്. ഫോറൻസിക് സംഘവും പോലീസ് സംഘവും അല്പസമയത്തിനകം ഈ അങ്കമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തും. അതിനുശേഷം ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇവിടെ നിന്ന് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം നടക്കുക. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ കുട്ടിയുടെ തിരോധാന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുത്തൻകുരിശ് പോലീസായിരുന്നു ആദ്യഘട്ടത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പിന്നീട് ഈ കുട്ടിയുടെ മൃതദേഹമടക്കം കണ്ടെടുത്ത പശ്ചാത്തലത്തിൽ ഈ കൊലപാതകം നടന്നത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ടാണ് ചെങ്ങമനാട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലാണ് മാതാവ് സന്ധ്യക്കെതിരെ ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്.